അനു വീട്ടിലേക്ക് കയറിയതും വീട് മൊത്തത്തിലൊന്ന് വീക്ഷിച്ചു. പ്രിയ ആണെങ്കിൽ ആകെ അസ്വസ്ഥമായി നിൽക്കാണ്. ഹേയ് പ്രിയ, താനെന്താടോ ഒന്നും മിണ്ടാത്തത്? തനിക്ക് ഞാൻ ഇങ്ങോട്ട് വന്നത് ഇഷ്ടമായില്ലേ? ഞാൻ ഫ്ലാറ്റിലേക്ക് താമസം മാറണോ? പ്രിയയുടെ മുഖഭാവം കണ്ട് അനു അവളോടായി ചോദിച്ചു. ഏയ് അങ്ങനെയൊന്നുമില്ല ചേച്ചി, എനിക്ക് ഇഷ്ടക്കേടൊന്നുമില്ല. ഞാൻ തലവേദന എടുത്തിട്ട് കിടക്കുമായിരുന്നു, അതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ്, എനിക്കല്ലാതെ വേറെ ഒന്നുമില്ല. പുഞ്ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് പ്രിയ പറഞ്ഞു. ചേച്ചി ഇരിക്കൂ, ഞാൻ ജ്യൂസ് എടുക്കാം. അവൾ പോവാൻ തിരിഞ്ഞതും അനു അവളെ പുറകിൽ നിന്ന് വിളിച്ചു. പ്രിയ, എന്താ ചേച്ചി? താൻ എന്നെ ചേച്ചി എന്ന് വിളിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലടോ. റാം വിളിക്കുന്നത് പോലെ അനു എന്ന് വിളിച്ചാൽ മതി. ചെറുചിരിയോടെ അനു പറഞ്ഞു. അതിന് സമ്മതം മൂളി അവൾ അടുക്കളയിലേക്ക് പോയി. എന്നാൽ അനു നേരെ സോഫയിലേക്ക് ഇരുന്നു. അപ്പോഴുണ്ട് പുറത്തൊരു വണ്ടിയുടെ സൗണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും കയ്യിൽ ഒരു കവറുമായി റാം കയറി വന്നു. ഹേയ് അനു, എപ്പോ എത്തി? റാം കയറി വന്ന പാടെ സോഫയിലിരിക്കുന്ന അനുവിനെ കണ്ട് ചോദിച്ചു. ഡാ കലിപ്പ, ഞാൻ ഇപ്പോൾ കുറച്ച് സമയമായിട്ടുള്ളൂ എത്തിയിട്ട്. നിന്റെ കെട്ടിയോള് വെള്ളമെടുക്കാൻ പോയതേ ഉള്ളൂ. അതും പറഞ്ഞ് അനു അവിടെ നിന്നും എണീറ്റ് റാമിന്റെ അടുത്തേക്ക് വന്ന് അവനെ ഹഗ് ചെയ്തു. എന്നാൽ ഇവരുടെ രണ്ടുപേരുടെയും സ്നേഹപ്രകടനം കണ്ടാണ് പ്രിയ ജ്യൂസുമായി വന്നത്. അവരുടെ കെട്ടിപ്പിടുത്തം കണ്ടതും അവൾക്കെന്തോ വല്ലായ്മ തോന്നി. തൻ്റേതാരോ തട്ടിയെടുക്കുന്നൊരു ഫീല്. എന്നാലും അവൾ ഒന്നും മിണ്ടാതെ അവരെ നോക്കി നിന്നു. അപ്പോഴാണ് റാം പ്രിയയെ കണ്ടത്. വിഷാദമായി നോക്കി നിൽക്കുന്ന തൻ്റെ പെണ്ണിനെ കണ്ടതും അവൻക്കെന്തോ വേദന തോന്നി. അനുവിനെ അവനിൽ നിന്നും അടർത്തി മാറ്റി. ഡി അനു, എന്തൊക്കെയുണ്ട് വിശേഷം? യാത്രയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? പ്രിയയുടെ മുഖത്തേക്ക് നോക്കി കണ്ണ് ചിമ്മിക്കൊണ്ട് അനുവിനോടായി റാം ചോദിച്ചു. സുഖമാണടാ, അനു അവനോട് മറുപടി പറഞ്ഞു. അപ്പോൾ തന്നെ പ്രിയ അവൾക്കുള്ള ജ്യൂസ് കൊടുത്തു. ഒരു ഗ്ലാസ് റാമിനും കൊടുത്തു. എന്നിട്ട് അവൻ്റെ കയ്യിലുള്ള ഫുഡിൻ്റെ കവറ് വാങ്ങി പ്രിയ അടുക്കളയിലേക്ക് വെച്ചു. ഡി, അപ്പോഴേക്കും റാമിൻ്റെ വിളി അവളെ തേടിയെത്തി. പ്രിയ പെട്ടെന്ന് അവൻ്റെ അടുത്തേക്ക് വന്നു. അവൾ വന്നതും റാം അവളുടെ ഇടുപ്പിലൂടെ കൈയിട്ട് അവനിലേക്ക് ചേർത്ത് നിർത്തി. അനു, ഇവളാണ് എൻ്റെ ഭാര്യ. പേര് ശിവപ്രിയ. പെട്ടെന്നായിരുന്നു ഞങ്ങളുടെ വിവാഹം, ആരെയും അറിയിക്കാൻ പറ്റില്ല, അല്ലേടി ഭാര്യയെ? അനുവിനോട് പറയുന്നതിനിടയ്ക്ക് പ്രിയയുടെ കണ്ണിലേക്ക് നോക്കി ഒറ്റക്കണ്ണിറുക്കി അവളോട് ചോദിക്കാനും മറന്നില്ല. പ്രിയ ഒന്നും മിണ്ടാതെ അവനിൽ നിന്ന് കുതറി മാറാൻ ശ്രമിച്ചു. ഇട ചെകുത്താനെന്ന് കലിപ്പ, ഞങ്ങൾ തമ്മിൽ ഒരു പ്രാവശ്യം പരിചയപ്പെട്ടതാണ്, ഇനി നീയായിട്ട് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, അല്ലേ പ്രിയേ? റാമിനോട് മറുപടി പറഞ്ഞുകൊണ്ട് പ്രിയയോട് ചോദിച്ചു. പ്രിയ അതിനൊന്ന് പുഞ്ചിരിച്ചതല്ലാതെ ഒന്നും പറഞ്ഞില്ല. അല്ല റാം, നിന്റെ പെണ്ണ് എന്നോടൊന്നും മിണ്ടുന്നില്ല. ഞാൻ വന്നത് അവൾക്ക് ഇഷ്ടമായില്ലേ? ഞാൻ നിന്നെ തട്ടിയെടുക്കാൻ വന്നതാണ് എന്നൊരു ഭയം അവളുടെ ഉള്ളിലുണ്ടോ എന്നൊരു സംശയം പ്രിയയുടെ മുഖത്തേക്ക് നോക്കി റാമിനോടായി ചോദിച്ചു. എന്നാൽ അനുവിൻ്റെ ചോദ്യം കേട്ട് പ്രിയ ഞെട്ടിയിരുന്നു. കാരണം അവളുടെ മനസ്സാണ് അപ്പോൾ അനു പറഞ്ഞിരുന്നത്. നീ എന്തൊക്കെയാണ് തീപ്പെട്ടിക്കൊള്ളി പറയുന്നത്? നീ എന്നെ തട്ടിയെടുക്കേ? അതിന് നമ്മൾ തമ്മിൽ അങ്ങനത്തെ ഒരു ബന്ധമല്ലല്ലോ. പിന്നെ എന്താ പ്രശ്നം? നമ്മൾ തമ്മിൽ നല്ല സുഹൃത്തുക്കളാണ് എന്ന് ഇവൾക്കറിയാം. പിന്നെ ഇവൾ മിണ്ടാത്തത് എന്താ എന്ന് ചോദിച്ചാ, ഇന്ന് ഇവളുടെ അമ്മ വന്നിരുന്നു, അതിൻ്റെ ഒരു മൂഡ് ഓഫ് ഉണ്ട് ഇവൾക്ക്. അല്ലാതെ എൻ്റെ പെണ്ണിന് ആരോടൊരു ദേഷ്യവുമില്ല, അല്ലേടി വൈഫി? കുറുമ്പോടെ പ്രിയയെ നോക്കി റാം പറഞ്ഞു. പ്രിയയുടെ സാരിക്കിടയിലൂടെ കൈയിട്ട് അവളുടെ നഗ്നമായ പഞ്ഞ് പോലെയുള്ള വയറിൽ തലോടിക്കൊണ്ടാണ് റാം അത് ചോദിച്ചത്. അവൻ്റെ കൈയിൻ്റെ തണുപ്പറിഞ്ഞതും അവളൊന്ന് പുളഞ്ഞുപോയി. ഒന്നും മിണ്ടാതെ തലതാഴ്ത്തി നിന്നു. അപ്പോഴും അവൻ്റെ കൈ അവൾ കുസൃതി കാണിച്ചുകൊണ്ടിരുന്നു. ഓക്കെ, എന്തായാലും ഞാനൊന്ന് ഫ്രഷായി വരാം. നിങ്ങൾ രണ്ടുപേരും ഒന്ന് വെയിറ്റ് ചെയ്യൂ, ഞാൻ പെട്ടെന്ന് വരാം. അതും പറഞ്ഞ് അനു ട്രാവൽ ബാഗും എടുത്ത് താഴത്തെ റൂമിലേക്ക് നടന്നു. അനു റാമിൻ്റെ അരികിലെത്തിയതും, ഡാ കലിപ്പ, അവളിൽ നിന്നൊന്ന് കൈവിടടാ, അവളൊന്ന് സ്വസ്ഥമായി ശ്വാസമൊന്ന് വിട്ടോട്ടെ, അതിനെ ഞെക്കി കൊല്ലുമോ നീ? അവൻ മാത്രം കേൾക്കാൻ പാകത്തിന് പറഞ്ഞു. അതിനവൻ നന്നായിട്ടൊന്ന് ഇളിച്ചു കാണിച്ചു. നീ ഇത്രയ്ക്ക് റൊമാൻറ്റിക് ആയിരുന്നോ? റൂമിലെത്തിയതും അവൻ രണ്ടും കേൾക്കാൻ പാകത്തിന് വിളിച്ചു പറഞ്ഞു. അത് കേട്ടതും പ്രിയയിൽ ഒരു ഞെട്ടലുണ്ടായി. കാരണം അവൻ കൈകൊണ്ട് തലോടുന്നത് അവൾ കണ്ടു എന്നറിഞ്ഞതിൽ അവൾക്ക് ജാള്യത തോന്നി. പ്രിയ ഊക്കോടെ അവനെ തള്ളി മാറ്റി മുകളിലേക്ക് ഓടിയിരുന്നു. അനുവിൻ്റെ മുന്നിൽ നിന്നും റാം അങ്ങനെയും ചെയ്തതിൽ പ്രിയയ്ക്ക് വല്ലാത്തൊരു നാണം തോന്നി. ഇനി എങ്ങനെ താൻ അവളുടെ മുഖത്തേക്ക് നോക്കുമെന്ന് ആലോചിച്ച്. ഇതേ സമയം സിദ്ധുവും കിച്ചുവും മഹിയും റാമിനെയും പ്രിയയെയും കുറിച്ച് സംസാരിക്കുകയായിരുന്നു. ഡാ സിദ്ധു, എന്നാലും നമ്മുടെ റാം ഇത്ര പെട്ടെന്ന് അവളെ സ്വീകരിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല. മഹി അത്ഭുതത്തോടെ പറഞ്ഞു. ശരിയാടാ നീ പറഞ്ഞത്, അവൻ അത്രയ്ക്ക് സ്ത്രീവിരോധി ആയിരുന്നല്ലോ. പക്ഷെ എങ്ങനെ അവളെ ഇത്ര പെട്ടെന്ന് സ്നേഹിച്ചു എന്നത് ഞാനും അത്ഭുതപ്പെട്ടിരുന്നു. സിദ്ധുവും മഹി പറഞ്ഞതിനെ ഏറ്റുപിടിച്ചു.
അത് വേറൊന്നും അല്ലടാ, അവളെ നിഷ്കളങ്കത കണ്ട ആരായാലും ഒന്ന് സ്നേഹിച്ചു പോകും. അത്രയ്ക്ക് പാവമല്ലേ അവള്. കിച്ചു അവരെ രണ്ടുപേരെയും നോക്കി പറഞ്ഞു. എനിക്കതുപോലെ ഒരു ചേച്ചി ഉണ്ടായിരുന്നെങ്കിലെന്ന് ആഗ്രഹിച്ചു പോയിരുന്നടാ. കിച്ചുവിന്റെ സംസാരം കേട്ടതും അവർ പോലും അറിയാതെ അവരുടെ രണ്ടുപേരുടെയും ചുണ്ടിലൊരു പുഞ്ചിരി സ്ഥാനം പിടിച്ചിരുന്നു. ഡാ കിച്ചു, നീ പറയുന്ന പോലെ അത്രയ്ക്ക് പാവൊന്നുമല്ല അവള്. നമ്മൾ വരെ പേടിച്ചു നിൽക്കുന്ന റാമിനെ അവൾ അടിച്ചില്ലേ, അതും റാമിന്റെ കവിളിൽ തന്നെ. അതുപോലെ മഹിയെ അവൾ വിറപ്പിച്ചില്ലേ? സിദ്ധു പറഞ്ഞു. അത് അവരുടെ രണ്ടുപേരുടെയും കയ്യിലിരിപ്പ് കൊണ്ടാണ്. അത് തന്നെ വേണമായിരുന്നു അവർക്ക്. മഹിയെ ഒന്ന് കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് കിച്ചു മറുപടി പറഞ്ഞു. അത് കിച്ചു, അവളെ മനസ്സിലാകുന്നതിന് മുൻപല്ലേ ഞാൻ അങ്ങനെ പറഞ്ഞത്. അതിൽ ഞാൻ അവളോട് സോറി പറഞ്ഞിട്ടുണ്ടല്ലോ. അത് അവിടെ കഴിഞ്ഞു. ഇനി അത് പറഞ്ഞ് നീ എന്നെ ടെൻഷൻ ആക്കല്ലടാ. അവരെ രണ്ടുപേരെയും നോക്കി ദയനീയമായി മഹി പറഞ്ഞു. അതിനവർ രണ്ടുപേരും ഒന്ന് ചിരിച്ചു. അല്ലടാ, അത് വിട്, അതൊക്കെ കഴിഞ്ഞു പോയതല്ലേ. ഇനി അതോർക്കണ്ട. നമുക്ക് ഇപ്പോഴത്തെ പ്രശ്നം നോക്കാം. സിദ്ധു ആ വിഷയം ഒഴിവാക്കാനായി ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. അത് ശരിയാ മഹി, സിദ്ധുവിനെ കൂട്ടുപിടിച്ചു. അല്ല, അനു വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. എനിക്ക് റാം മെസ്സേജ് അയച്ചിരുന്നു. നിങ്ങൾ രണ്ടുപേരും അറിഞ്ഞിരുന്നോ? സിദ്ധു മഹിയെയും കിച്ചുവിനെയും നോക്കി ചോദിച്ചു. ആണോ, എപ്പോഴാ ചേച്ചി വന്നത്? കിച്ചു ഉത്സാഹത്തോടെ ചോദിച്ചു. കുറച്ച് സമയമായി എന്ന് പറഞ്ഞു. അപ്പം നമുക്ക് അങ്ങോട്ട് പോവണ്ടേ ഇന്ന്? മഹിയും ചോദിച്ചു. അത് വേണ്ടടാ, ഇന്നവൾ വന്നിട്ടല്ലേ ഉള്ളൂ. യാത്രാക്ഷീണം കാണും. അവിടുന്ന് ക്ഷീണം മാറ്റിക്കോട്ടെ. നമുക്ക് നാളെ കാണാം. സിദ്ധു പറഞ്ഞത് കേട്ട് കിച്ചുവിൻ്റെ മുഖം ഒന്ന് മങ്ങിയെങ്കിലും അവൻ പറഞ്ഞതിലും കാര്യമുണ്ട് എന്ന് അവന് മനസ്സിലായി. ഓക്കെ, അപ്പോൾ നമുക്ക് നാളെ പോവാം അനുവിനെ കാണാന്. അതും പറഞ്ഞവർ അവിടെ നിന്നും പിരിഞ്ഞിരുന്നു. ഇതേ സമയം പ്രിയ, അവൾ നേരെ റൂമിലേക്കാണ് പോയത്. എന്തുകൊണ്ടോ അവൻ്റെ ചേർത്ത് പിടിക്കലിൽ എല്ലാം മറന്നു പോയിരുന്നു അവൾ. അനു അവിടെ ഉണ്ട് എന്ന് ഓർക്കാതെയുള്ള അവൻ്റെ പ്രവൃത്തി അവളിൽ ജാള്യതയും ദേഷ്യവും നിറച്ചിരുന്നു. അവൾ കിതച്ചുകൊണ്ട് റൂമിലുള്ള ടേബിളിൽ പിടിച്ച് കിതപ്പടച്ചു. പെട്ടെന്നാണ് ഡോറടയുന്ന സൗണ്ട് കേട്ടത്. ഞെട്ടിക്കൊണ്ട് അവൾ തിരിഞ്ഞു നോക്കിയതും കണ്ടു തന്നെ നോക്കി മീശ പിരിച്ചുകൊണ്ട് ചുണ്ട് കടിച്ചു പിടിച്ച് വശ്യമായി ചിരിയോടെ നിൽക്കുന്ന റാമിനെ. അവൻ്റെ നോട്ടം കണ്ടതും അവൾ അറിയാതെ ഉമിനീരിറക്കിപ്പോയി. അവൻ ഓരോ ചുവട് അവളിലേക്ക് വെച്ചു. അത് കണ്ട് അവളുടെ ശരീരം വിറയ്ക്കാൻ തുടങ്ങി. അവൾ പേടിച്ച് അവനെ ഉറ്റുനോക്കി. എന്നാൽ അപ്പോഴേക്കും റാം അവളുടെ തൊട്ടടുത്തെത്തിയിരുന്നു. പ്രിയ ഷെൽഫിൽ ചാരി നിൽക്കുവാണ്. ഇനി ബാക്കിലേക്ക് പോകാൻ അവൾക്ക് സ്ഥലമില്ല. റാം അവൻ്റെ ഇരു കൈകളും അവളുടെ സൈഡിലായി ലോക്ക് ചെയ്തു. അവൾ ആ നിമിഷം അവൻ്റെ നോട്ടം നേരിടാനാവാതെ കണ്ണുകൾ താഴ്ത്തിയിരുന്നു. അവൻ്റെ കണ്ണുകൾ അവളിൽ ഓടി നടന്നു. പ്രിയ പേടിച്ചു നിൽക്കുന്നത് കൊണ്ട് അവൾ വിയർത്തിട്ടുണ്ടായിരുന്നു. അതിനാൽ മേൽചുണ്ടിൻ്റെ മുകളിൽ വിയർപ്പ് തുള്ളികൾ സ്ഥാനം പിടിച്ചിരുന്നു. അവൻ കൊതിയോടെ അവളുടെ മുഖത്തൂടെ കണ്ണുകൾ ഓടിച്ചു. വിറയ്ക്കുന്ന അവളുടെ ചുണ്ടും പിടക്കുന്ന മിഴികളും ചുവന്നു തുടുത്ത അവളുടെ കവിളും അവനിലെ പുരുഷനെ ഉണർത്താൻ കഴിവുള്ളതായിരുന്നു. അതിനിടയിലാണ് അവൻ്റെ കണ്ണുകൾ താഴേക്ക് പതിച്ചത്. ശ്വാസം ആഞ്ഞു വലിക്കുമ്പോൾ അവളുടെ ഉയർന്നു നിൽക്കുന്ന മാറിടങ്ങൾ അവൻ്റെ നെഞ്ചിൽ തട്ടിക്കൊണ്ടിരുന്നു. അത് അവനിൽ കൂടുതൽ അവളിലേക്ക് ചേർന്ന് നിൽക്കാൻ കാരണമായി. റാം അവളിലേക്ക് അമർന്നതും അവളുടെ ഇരുമാറിടങ്ങളും അവൻ്റെ നെഞ്ചിൽ തട്ടി ഞെരിഞ്ഞമർന്നു. അറിയാതെ അവളിൽ നിന്ന് സൗണ്ട് പുറത്തേക്ക് വന്നു. ശിവ, എന്നെ ഇങ്ങനെ കൊല്ലാതെ കൊല്ലുവാണു നീ. നിന്റെ ഓരോ ചലനങ്ങളും എന്നിൽ തീർക്കുന്ന വികാരം അത് ചെറുതൊന്നുമല്ല. നിന്നിലെ ഓരോ ശരീരഭാഗത്തെയും കടിച്ചു നുണയാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ. പക്ഷേ അതിനിപ്പോൾ സമയമായിട്ടില്ല എന്നറിയാം. എന്നാലും എൻ്റെ താലിയും കഴുത്തിലിട്ട് നിൽക്കുന്ന നിന്നെ കാണുമ്പോൾ എൻ്റെ കൺട്രോൾ പോവുകയാണ് പെണ്ണെ. നിന്നിൽ മാത്രം ചുരുങ്ങി പോവുകയാണ് ഞാൻ. ഇത്രയും കുറഞ്ഞ ദിവസം കൊണ്ട് നീ എന്നിൽ ഉണ്ടാക്കിയ മാറ്റം അത് ഒരുപാട് വലുതാണ് ശിവ. കാരണം ബിയർ കുടിക്കാത്ത രാത്രികൾ എന്നിൽ അപൂർവമായിരുന്നു. അതുപോലെ എന്തെങ്കിലും അടിപിടി ഉണ്ടാക്കിയില്ലെങ്കിൽ ഒരു സുഖം കിട്ടില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ നീയാണ് പെണ്ണെ എൻ്റെ ലഹരി. നിന്നിൽ മാത്രം എൻ്റെ ലോകം ചുരുങ്ങിയിരിക്കുന്നു. എന്ത് മായാജാലമാണ് പെണ്ണെ നിന്നിലുള്ളത്. അവളുടെ കണ്ണുകളിലേക്ക് നോക്കി ഇടുപ്പിൽ കൈ ചേർത്ത് ഒത്തിരി പ്രണയത്തോടെ റാം അവളോടായി പറഞ്ഞു. ഇതെല്ലാം കേട്ട് എന്തു പറയണമെന്നറിയാത്ത അവസ്ഥയിലായിരുന്നു അവൾ. കാരണം അവൻ്റെ വാക്കുകൾ അവളിലും സന്തോഷം നിറച്ചിരുന്നു. പക്ഷേ അവൾ അത് പുറത്ത് കാണിച്ചില്ല. പ്രിയ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് കണ്ട് റാമിന് ദേഷ്യം വന്നു. അവൻ്റെ വിരലുകൾ അവളുടെ നെറ്റിയിൽ നിന്ന് താഴേക്ക് ഒഴുകിക്കൊണ്ടിരുന്നു. പ്രിയ ആണെങ്കിൽ കണ്ണടച്ചുകൊണ്ട് കയ്യും സാരിയിൽ മുറുക്കെ പിടിച്ച് നിൽക്കുകയാണ്. അവളുടെ കാലുകൾ വിറയ്ക്കുന്നുണ്ട്. നെറ്റിയിൽ നിന്നും അവളുടെ മൂക്കിലൂടെ ഊർന്ന് അധരങ്ങളിലേക്ക് എത്തി നിന്നതും അവൻ്റെ വിരൽ ഒരു നിമിഷം നിശ്ചലയായി നിന്നു. പിന്നെ അവളുടെ ഇളം റോസ് അധരങ്ങളുടെ ചുറ്റും അവൻ്റെ വിരലുകൾ വട്ടമിട്ടു. അവൻ്റെ വിരലിൻ്റെ ചലനത്തിനനുസരിച്ച് പ്രിയയുടെ അധരം വിറയ്ക്കുന്നുണ്ടായിരുന്നു.
അത് കണ്ടതും അവൻ്റെ ചൂണ്ടുവിരലും തള്ളവിരലും കൊണ്ട് അവളുടെ കീഴ്ചുണ്ടിനെ റാം ഒന്ന് ഞെരടിയിരുന്നു. പ്രിയ ഒന്ന് കുറുകിയിരുന്നു അവൻ്റെ ആ പ്രവൃത്തിയിൽ. എന്നിട്ടും അവൾ കണ്ണു തുറന്നില്ല. അത് അവനിൽ അവളിലേക്ക് അടുക്കാനുള്ള ആവേശം കൂട്ടി. അവൻ വീണ്ടും അത് ആവർത്തിച്ചു. അപ്പോഴേക്കും അവൻ്റെ കൺട്രോൾ പോയിരുന്നു. അവളുടെ ഇടുപ്പിലൂടെ അവനിലേക്ക് ചേർത്തു നിർത്തി അവളുടെ അതരം അവൻ കടിച്ചെടുത്തിരുന്നു. പെട്ടെന്നുള്ള അവൻ്റെ പ്രവൃത്തിയിൽ അവൾ കണ്ണുകൾ വലിച്ചു തുറന്ന് അവനെ മിഴിച്ചു നോക്കി. എന്നാൽ റാം ആ സമയം അവളുടെ അതരങ്ങളിലെ തേൻ നുകരുന്ന തിരക്കിലായിരുന്നു. പൂവിൽ നിന്നും വണ്ട് തേൻ കുടിക്കുന്ന ലാഘവത്തോടെ റാം അവളുടെ അതരങ്ങളെ വലിച്ചു നുണഞ്ഞു. അവൻ കണ്ണുകളടച്ച് ആസ്വദിച്ച് നുണയുകയായിരുന്നു. അതിനിടയിൽ അവൻ്റെ കൈകൾ അവളിൽ കുസൃതി കാണിച്ചുകൊണ്ടിരുന്നു. സാരിക്കിടയിലൂടെ അവളുടെ വയറിലേക്ക് അവൻ്റെ കൈ പതിച്ചതും അവളിൽ ഒരു കുളിര് നിറഞ്ഞു. അവിടെ പതിയെ തലോടിക്കൊണ്ടിരുന്നു അവൻ. അതിനനുസരിച്ച് അവളുടെ അണിവയർ പൊന്തിയും താഴ്ന്നും കൊണ്ടിരുന്നു. ചുണ്ടിൽ നിന്ന് അവൻ്റെ ചുംബനം അവളുടെ നാവിലേക്ക് ചേക്കേറി. അവളുടെ നാവിനെ ചുഴറ്റിയെടുത്ത് ആ നിമിഷം പ്രിയയുടെ കൈ അവൻ്റെ പുറത്തമർന്നു. അവളുടെ നഖം അവൻ്റെ പുറമേനിയിൽ ആഴ്ന്നിറങ്ങിയിരുന്നു. എന്നാൽ ആ വേദനയൊന്നും അവൻ അറിഞ്ഞിരുന്നില്ല. ആ നിമിഷം അത്രത്തോളം അവളുടെ ആദരങ്ങളിൽ അവൻ ആഴ്ന്നിറങ്ങി. അവളുടെ കീഴ്ചുണ്ടിനെയും മേൽചുണ്ടിനെയും അവൻ കടിച്ചു നുണഞ്ഞു. അവളിൽ നിന്ന് പിന്മാറി. അത് പ്രിയയിൽ ആശ്വാസം നിറഞ്ഞു. എന്നാൽ ഒറ്റ നിമിഷം കൊണ്ട് ആ ആശ്വാസം ഇല്ലാതായിരുന്നു. റാം അവളുടെ സാരിയുടെ മുന്താണി പിടിച്ച് ഒറ്റ വലിയായിരുന്നു. അങ്ങനെ ഒരു നീക്കം അവനിൽ നിന്ന് അവൾ പ്രതീക്ഷിച്ചിരുന്നില്ല. അവളുടെ ഇരുമാറിടങ്ങളും അവളുടെ പഞ്ഞി പോലെയുള്ള അണിവയറും ആഴത്തിലുള്ള നാഭിച്ചുഴിയും അവൻ്റെ മുന്നിൽ അനാവൃതമായി. പ്രിയ പെട്ടെന്ന് തിരിഞ്ഞു നിന്ന് ഇരു കൈകൊണ്ടും അവളുടെ നെഞ്ചിൽ കൈവച്ച് മാറിടങ്ങൾ പൊതിഞ്ഞു പിടിക്കാൻ ശ്രമിച്ചു. എന്നാൽ അവൻ അതിന് സമ്മതിക്കാതെ അവളെ തിരിച്ചു നിർത്തി അവളുടെ ഇരു കൈകളും പിടിച്ചു വെച്ചു. അവൻ്റെ കണ്ണുകൾ അവളുടെ മാറിൽ തറഞ്ഞു നിന്നു. അവളുടെ ബ്ലൗസിൽ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന മാറിടങ്ങളെ അവൻ ഒരു നിമിഷം നോക്കി നിന്നുപോയി. എന്നാൽ അവൻ്റെ നോട്ടത്തിൽ അവൾക്ക് ജാളിത തോന്നി. അവൾ നാണത്തോടെ കണ്ണുകൾ താഴ്ത്തി. അവളാകെ ചുവന്ന് തുടുത്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം അവനിലെ പുരുഷനെ ഉണർത്താൻ കഴിവുള്ളതായിരുന്നു. ആ നിമിഷം തന്നെ റാം അവളുടെ മാറിലേക്ക് മുഖം പൂഴ്ത്തി. ശ്രീ, അവൾ പോലും അറിയാതെ അവളുടെ നാവിൽ നിന്ന് മുതിർന്നു വീണു. അവനൊന്ന് മൂളിക്കൊണ്ട് അവളുടെ മാറിനെ ഡ്രസ്സിൻ്റെ മുകളിലൂടെ കടിച്ചു നുണഞ്ഞു. അവൻ്റെ കൈവിരൽ അണിവയറിൽ അമർന്നു. പ്രിയൊന്ന് ഉയർന്നു പൊങ്ങി. അവളുടെ മാറിനെ ഒരു കൈ കൊണ്ട് ഞെരിച്ചുടച്ചു. വേദന കൊണ്ട് പ്രിയ എരിവ് വലിച്ചിരുന്നു. ആ നിമിഷം അവളുടെ മാറിൻ്റെ മൃദുലത അവനെ കൂടുതൽ ചൂട് പിടിപ്പിച്ചു. ശിവ, എന്ത് ഭംഗിയാണ് പെണ്ണെ നിന്നെ ഇങ്ങനെ കാണാൻ. അതിലേറെ എന്തൊരു സോഫ്റ്റാടി നിന്റെ ഓരോ ശരീരഭാഗങ്ങളും. നിറഞ്ഞു തുടുത്തു നിൽക്കുന്ന നിന്റെ ഈ മാറിടവും എല്ലാം എന്നെ നിന്നിലേക്ക് അടുപ്പിക്കുന്നു. ഞാനൊന്ന് കാണട്ടെ പെണ്ണെ നേരിട്ട്. എനിക്കിപ്പോൾ ഈ നിമിഷം കാണാൻ തോന്നുവാണ്, ഒരു മറയുമില്ലാതെ. അത് പറഞ്ഞവൻ വീണ്ടും അവിടേക്ക് മുഖം അമർത്തിയിരുന്നു. അവളിൽ വേദന നിറച്ചിരുന്നു അവൻ്റെ ആ നീക്കം. എങ്കിലും അവനെ മാറ്റി നിർത്താൻ അവൾക്ക് കഴിഞ്ഞില്ല. വയറിലെ അവൻ്റെ വിരലുകൾ അവളുടെ നാഭിച്ചുഴിയുടെ ആഴമളന്നിരുന്നു. ശ്രീ, പ്ലീസ്. അവൻ്റെ ഓരോ പ്രവൃത്തിയും അവളിൽ വിറയൽ സൃഷ്ടിച്ചു. നാഭിച്ചുഴിയിലേക്ക് കുത്തിയിറക്കിക്കൊണ്ടിരുന്നു അവൻ്റെ വിരലുകൾ. പ്രിയയുടെ മൂളലുകൾ ആ റൂമിൽ പ്രതിധ്വനിച്ചു. മാറിൽ നിന്ന് അവൻ ബ്ലൗസിൻ്റെ ഹുക്കുകൾ കടിച്ചെടുക്കാൻ തുടങ്ങി. ആ നിമിഷം പ്രിയയുടെ കൈ അവനിൽ മുറുകി. ശ്രീ, പ്ലീസ്, വേണ്ട. പ്രിയ എങ്ങനെയൊക്കെയോ അവനോട് പറഞ്ഞൊപ്പിച്ചു. എന്നാൽ അത് റാമിന് തീരെ ഇഷ്ടപ്പെട്ടില്ല. അതവൻ്റെ പ്രവൃത്തിയിൽ നിന്ന് പ്രിയയ്ക്ക് മനസ്സിലായി. അവളുടെ മാറിൻ ചുഴിയിൽ അവൻ അമർത്തിയൊന്ന് കടിച്ചിരുന്നു. പ്രിയ എരിവ് വലിച്ചു. ശിവ, വേണ്ട, എന്നെ തടയണ്ട. നിന്നെ ഞാൻ എല്ലാ അർത്ഥത്തിലും ഇപ്പോൾ സ്വന്തമാക്കില്ല. പക്ഷേ എനിക്ക് കാണണം, ഒരു മറയുമില്ലാതെ, പ്ലീസ്. അവളുടെ ചെവിക്കരികിൽ മുഖം അടുപ്പിച്ച് ഹസ്കി വോയിസിൽ റാം പറഞ്ഞു. പിന്നെ പ്രിയ ഒന്നും പറഞ്ഞില്ല. അവൻ വീണ്ടും ഹുക്കുകൾ അഴിക്കാൻ ശ്രമിച്ചതും താഴെ നിന്ന് അനുവിൻ്റെ ശബ്ദം ഉയർന്നതും ഒരുമിച്ചായിരുന്നു. ഡാ റാം, നിങ്ങളെവിടെ? അവനിൽ തടസ്സം സൃഷ്ടിച്ചുകൊണ്ട് അനുവിൻ്റെ ശബ്ദം അവിടെ ഉയർന്നു കേട്ടു. പ്രിയ. വീണ്ടും അവളുടെ വിളി വന്നതും പ്രിയ റാമിനെ തള്ളി മാറ്റി സാരി പിടിച്ച് ബാത്റൂമിലേക്ക് ഓടി ഡോറടച്ചിരുന്നു. ഛേ, പുല്ല്! അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്ന എനിക്ക് തന്നെ പാരയാണല്ലോ ഈശ്വര. പല്ല് കടിച്ചുകൊണ്ട് ദേഷ്യം നിയന്ത്രിച്ചു നിന്നു അവൻ. റാം, നീ വരുന്നുണ്ടോ? എനിക്ക് വിശക്കുന്നുണ്ട്. വീണ്ടും അനുവിൻ്റെ ഒച്ച ഉയർന്നു കേട്ടു. ദാ വരുന്നു. ദേഷ്യം കടിച്ചു പിടിച്ച് അവൻ അനുവിനോട് വിളിച്ചു പറഞ്ഞു. റാം അവൻ്റെ കൈകൊണ്ട് മുഖം തുടച്ച് ഷർട്ടൊക്കെ ഒന്ന് ശരിയാക്കി താഴേക്കിറങ്ങി. അനുവിനെ നന്നായി സ്മരിക്കാനും അവൻ മറന്നില്ല.